Welcome back to the ISC question discussion session. നമ്മൾ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു 9th ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് തോന്നുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് കടക്കുന്നു. ലാഗിങ് ഒന്നും വേണ്ട, നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. യെസ്, കഴിഞ്ഞ ദിവസം നമ്മൾ 8th ക്വസ്റ്റ്യൻ വരെയാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇപ്പോൾ 9th ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ 9th ക്വസ്റ്റ്യൻ ഇങ്ങനെ കിടക്കുന്ന ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ വരാം. ഒന്നുമില്ല, ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ carrying current I. What is the electric field intensity at a distance? Sorry, carrying current I illa of linear charge density lambda. അത് മാഗ്നറ്റിക് ഫീൽഡിനാണ് നമുക്ക് carrying current I വരിക. What is the electric field intensity at a distance R from? നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ഇട്ടിരിക്കുന്നതാണ്, എന്തൊക്കെയോ ആണെന്ന് തോന്നും. ഒന്നുമില്ല, ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ലീനിയർ ഇൻഫിനിറ്റ്ലി ലോങ് ലീനിയർ കണ്ടക്ടർ അതിന്റെ ചാർജ് ഡെൻസിറ്റി ലാംഡ, അവിടെ നിന്നും ആ ഡിസ്റ്റൻസ് അകലത്തിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? ശരിക്കും ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ആൻസർ ഇതാണ്. E is equal to 1/2 pi epsilon 0 into lambda divided by R. ഇങ്ങനെയാകാം, ചിലപ്പോൾ തരുന്നത് ഇങ്ങനെയായിരിക്കും, 1/4 pi epsilon 0 into 2 lambda divided by R എന്നായിരിക്കാം തരിക. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗോസ്സ് തിയറം വെച്ചുകൊണ്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ കിട്ടുന്ന ആൻസർ ആണ് E is equal to 1/2 pi epsilon 0 into lambda divided by R. This is the answer. Therefore, here answer is equal to 1/4 pi epsilon 0 into 2 lambda divided by R എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. That is answer is B. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ, അത് വരുമ്പോഴത്തേക്ക് ഞാൻ ഇത് എല്ലാം കൂടെ റിലേറ്റ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ പിന്നീട് പറയാം. നമുക്ക് അടുത്ത ഇതിനകത്തേക്ക് പറയാം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10, 10ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 10th ക്വസ്റ്റ്യൻ പറഞ്ഞു 3 capacitors, each of capacitance C എന്ന് വെച്ചാൽ എല്ലാം ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആണ്, ആർ കണക്റ്റഡ് ഇൻ സീരീസ്. their equivalent capacitance CS. ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് എഴുതുക. CS is equal to C divided by 3 when capacitors are connected in series. Effective capacity is equal to C by N. ഇവിടെ 3 capacitors ആയതുകൊണ്ട് C by 3. And then they are connected in parallel. Then C effective is equal to CP is equal to 3C. അതെന്താണ്? when identical capacitors are connected in parallel, effective capacity is equal to NC. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കണം. രണ്ടാമത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക. ഈക്വലന്റ് കപ്പാസിറ്റൻസ് മീൻസ് CP. then the ratio of CP to CS ആണ്, CS to CP അല്ല ചോദിച്ചിരിക്കുന്നത്. CP divided by CS. CP by CS is equal to 3C divided by C divided by 3. that is equal to 9:1. this is the answer. 9:1. therefore answer is A. ഇതൊക്കെ നമ്മൾ CBSE ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ശരി, ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് കിടക്കാം. 11th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യൻ നോക്കുക. 3 charges Q1 is equal to 3 microcoulomb. ഓർക്കുക, നിങ്ങളുടെ ISCയുടെ സൈറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ക്വസ്റ്റ്യനകത്ത് ഇവിടെ ഫാരഡ് എന്നാണ് എഴുതിയിരിക്കുക. 3 മൈക്രോ ഫാരഡ് തെറ്റാണ്, അത് കപ്പാസിറ്റിയുടെ വാല്യൂ ആണ്, മിസ്റ്റേക്ക് ആയിരിക്കാം. ഇവിടെയും ഫാരഡ്, ഇവിടെയും ഫാരഡ്, ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസറിനകത്തും എല്ലാം ഫാരഡ് എന്നാണ് കൊടുത്തിരിക്കുക, തെറ്റാണ്. കൂളംബ് എന്നാക്കിക്കോണം നിങ്ങൾ. അങ്ങനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മാറ്റിക്കോളുക. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? Q1, Q2, Q3 3 ചാർജസ്, 3 മൈക്രോ, 4 മൈക്രോ ആൻഡ് -9 മൈക്രോ ആർ പ്ലേസ്ഡ് അറ്റ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 1 meter as shown in the figure. What is the value of the charge Q4 placed on the same circle if the potential at the center is? ഇവിടെ ഒരു, ഞാനത് ചെയ്യാൻ വിട്ടുപോയിരുന്നു, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഇതുകൂടെ വരണം, 0 എന്ന് കൂടി വരണം. 0 എന്ന് കൂടി വന്നാലേ പറ്റൂ. 0 കൂടി വന്നാലേ അവിടെ ആൻസർ ഉണ്ടാവും. അവിടെ 0 വന്നിട്ടില്ല, 0 എന്ന് വരണം. സെന്ററിൽ 0 പൊട്ടൻഷ്യൽ വരണമെങ്കിൽ ഇവിടെ വെക്കേണ്ടുന്ന ചാർജ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യമേ നോക്കേണ്ടത് ഈ ചാർജിനെ വെക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നോക്കുക. ഇപ്പോഴുള്ള നെറ്റ് പൊട്ടൻഷ്യൽ V is equal to K 1/4 pi epsilon 0 into Q1 കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് ഈക്വൽ Q1ന്റെ വാല്യൂ 3 മൈക്രോ ഡിവൈഡഡ് ബൈ 1 പ്ലസ് Q2 എന്ന് പറയുന്നത് 4 മൈക്രോ. Q2 കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് ഈക്വൽ 4 മൈക്രോ ഡിവൈഡഡ് ബൈ 1 പ്ലസ്
അടുത്തത് Q3 കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ -7 മൈക്രോ ഡിവൈഡഡ് ബൈ 1. ഇത്രയും പൊട്ടൻഷ്യൽ ആണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ തന്നെ പൊട്ടൻഷ്യൽ ഇവിടെ 0 ആണ്. കാരണം 3, 4 ദാറ്റ് ഈസ് 7, 7 പ്ലസ് -7 ദാറ്റ് ഈസ് ആൻസർ ഈസ് ഈക്വൽ 0. ഇപ്പോൾ തന്നെ പൊട്ടൻഷ്യൽ 0 ആണ്. ഇനി എന്തിന് ചാർജിനെ വെക്കണം? ചാർജിനെ ആരെങ്കിലും വെച്ചാൽ പൊട്ടൻഷ്യൽ 0 അല്ലാതാവും. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിൽ ഇവിടത്തെ പൊട്ടൻഷ്യൽ 0 ആകാൻ ഇവിടെ വെക്കേണ്ടുന്ന ചാർജ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഈസ് ഈക്വൽ ടു 0 ചാർജ്. നമുക്ക് അവിടെ ചാർജിനെ വെക്കേണ്ടുന്ന കാര്യമേ ഇല്ല. ബിക്കോസ് ആൾറെഡി ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ ഓഫ് ദ സ്ഫിയർ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 12. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 12 പറയുന്നത്? 3 equal charges of 5 microcoulomb each are placed at the 3 vertices of an equilateral triangle of side 5 cm each. The electrostatic potential energy of the system of charges is. ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന്റെ 3 കോർണറിൽ 3 ചാർജിനെ വെച്ചിരിക്കുന്നു. എല്ലാം ഐഡന്റിക്കൽ ചാർജസ് ആണ്. ഞാൻ ഇങ്ങനെ എടുക്കുന്നു. സപ്പോസ് ഇറ്റ് ഈസ് Q. ഇതും ഇവിടെ ഇരിക്കുന്ന ചാർജും Q ആണ്, ഇവിടെ ഇരിക്കുന്ന ചാർജും Q ആണ്. ഇതിന്റെ സൈഡിനെ ഞാൻ A എന്ന് എടുക്കുന്നു. ഇവരുടെ നെറ്റ് പൊട്ടൻഷ്യൽ എനർജി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു K ഇൻറ്റു ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി Q² ഡിവൈഡഡ് ബൈ A. ഇവർ തമ്മിലുള്ളതും Q² ബൈ A, ഇവർ തമ്മിലുള്ളതും Q² ഡിവൈഡഡ് ബൈ A. Therefore നെറ്റ് ആൻസർ ഈസ് ഈക്വൽ ടു ഇൻറ്റു 3. Therefore answer is equal to 9 into 10 raised to 9 into 5 microയുടെ സ്ക്വയർ ദാറ്റ് ഈസ് 25 into 10 raised to -12. മൈക്രോയൊക്കെ ഇടാൻ മറന്നു പോകരുത്. നമ്മൾ ഏറ്റവും കൂടുതൽ പേർക്ക് അബദ്ധം പറ്റുന്നതാണ് മൈക്രോ, മില്ലി, സെന്റി ഒക്കെ മാറ്റാൻ വിട്ടുപോകും. നമ്മുടെ എപ്പോഴും നമ്മുടെ SI സിസ്റ്റം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എല്ലാം SI സിസ്റ്റത്തിലേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞ കണ്ടീഷൻ മറന്നു പോകരുത്. ബൈ A ഈസ് ഈക്വൽ ടു 5 into 10 raised to -2 സെന്റിമീറ്റർ ആണ് ഇൻറ്റു 3. 5ഉം 5ഉം കൂടെ പോയിട്ട് 5. Therefore answer is equal to 9 into 5 that is equal to 45. 45 into 3 135. 135 into 10 raised to -1 that is equal to 13.5 joules. That is the answer. This is the answer. Answer is A. ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 13. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 13 പറയുന്നത്? 3 capacitors C1 is equal to 3 microcoulomb, C2 is equal to 6 microcoulomb and C3 is equal to 10 microcoulomb is connected as shown in the figure. Across which a 50-volt battery is connected. ഫിഗറിനകത്ത് എല്ലാം തന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് എന്ത് ക്വസ്റ്റ്യൻ നിന്ന് നോക്കിയാൽ മതി. ഈ ഫിഗറിനകത്ത് what is the equivalent capacitance of the circuit between point A and B and the charge on C1 is. C1 കിട്ടുന്ന ചാർജ് എത്ര? ഇതാണ് C1. C1 കിട്ടുന്ന ചാർജ് എത്ര? നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് ഇതിന്റെ ഈക്വലന്റ് സർക്യൂട്ട് നമ്മൾ വരയ്ക്കുക. ഇതിന്റെ ഈക്വലന്റ് സർക്യൂട്ട് 3 micro and 6 micro are connected in series. When 2 capacitors are connected in series, C effective is equal to C1 C2 divided by C1 plus C2. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇത് കാണുമ്പോഴേ 2 മൈക്രോ ആണെന്ന് അറിയണം. ശരിക്കും എന്താ വരുന്ന 6 into 3 divided by 6 plus 3 that is equal to 18 divided by 9 that is equal to 2. Therefore ഇവരുടെ രണ്ടുപേരുടെയും കൂടെ എഫക്റ്റീവ് കപ്പാസിറ്റി 2 മൈക്രോ. ഇനി അതിന് പാരലായിട്ട് താഴെ വരുന്നത് 10 മൈക്രോ. ഇനി വരുന്നത് ഇതിന് അക്രോസ് ആയിട്ട് 50 വോൾട്ട് ബാറ്ററി എടുത്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്കറിയാം പാരലൽ കോമ്പിനേഷൻ അക്രോസ് ആയിട്ട് വോൾട്ടേജ് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. അതായത് ഈ 50 വോൾട്ട് തന്നെയായിരിക്കും ഇവന് കിട്ടുക, ഇവന് കിട്ടുന്ന വോൾട്ടേജും 50 ആയിരിക്കും. പാരലൽ കോമ്പിനേഷൻ വോൾട്ടേജ് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇവന് കിട്ടുന്ന ചാർജ് എത്രയായിരിക്കും? 50 into 2 that is equal to 100 മൈക്രോ കൂളംബ്. ഇവന് കിട്ടുന്ന ചാർജ് എത്രയായിരിക്കും? 50 into 10 that is it is equal to 500 മൈക്രോ. 500 മൈക്രോ. ഇനി 2 മൈക്രോ ആണ്. 2ഉം 10ഉം കൂടി. അപ്പോൾ ഇവന് കിട്ടുന്ന ചാർജ് 500 മൈക്രോ കൂളംബ് ഇവന് കിട്ടുന്ന ചാർജ് 100 മൈക്രോ കൂളംബ് ആണെങ്കിൽ സീരീസ് കോമ്പിനേഷൻ അത് രണ്ടുപേർക്കും കിട്ടുന്ന ചാർജ് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. അതാണ് കണ്ടീഷൻ. ഇൻ സീരീസ് കോമ്പിനേഷൻ ചാർജ് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. അതായത് ഇവിടെ കിട്ടുന്ന ചാർജ് 100 മൈക്രോ ആണെങ്കിൽ
ഇവന് കിട്ടുന്ന ചാർജും 100 മൈക്രോ, ഇവന് കിട്ടുന്ന ചാർജും 100 മൈക്രോ. അപ്പോൾ ചാർജ് അക്രോസ് C1 എത്രയായിരിക്കണം? അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ എഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇവിടെ 2ഉം ഇവിടെ 10ഉം 2ഉം 10ഉം കൂടെ പാരലായിട്ട് വരുമ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റി 12 മൈക്രോ. അത് കാണുമ്പോൾ തന്നെ ഈ രണ്ട് ആൻസറിനെ നമ്മൾ കളഞ്ഞു. 12 മൈക്രോ. ഇനി ഇതുകൂടെ നോക്കിയിരുന്നാൽ മതി. അടുത്തത് നമ്മൾ നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് മുകളിൽ കിട്ടുന്ന അവന് കിട്ടുന്ന ചാർജ് 100 മൈക്രോ കൂളംബാണ്. അതിന്റെ അർത്ഥം C1 കിട്ടുന്ന ചാർജ് 100 മൈക്രോ ആണ്. Therefore ആൻസർ ഈസ് C. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ആൻസറിനകത്ത് അവിടെ നിങ്ങളുടെ ISCയുടെ ക്വസ്റ്റിനകത്ത് ഈ മൈക്രോ ഇട്ടിട്ടില്ല. 150 കൂളംബ് 100 കൂളംബ് എന്ന് മാത്രമേ ഇട്ടുള്ളൂ. തെറ്റാണ്. 100 മൈക്രോ കൂടി അവിടെ വേണം. ഇനി ഞാൻ പറയുന്നു, ഇവന് കിട്ടുന്ന ചാർജ് 100 മൈക്രോ കൂളം, ഇവന് കിട്ടുന്നത് 100 മൈക്രോ കൂളം, ഇവന് കിട്ടുന്നത് 500 മൈക്രോ കൂളം. അപ്പോൾ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന ടോട്ടൽ ചാർജ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നത് ടോട്ടൽ ഇങ്ങോട്ടേക്ക് കുറച്ച് പോയി 500, ഇങ്ങോട്ടേക്ക് കുറച്ച് പോയി 100. അപ്പോൾ ഇവൻ സപ്ലൈ ചെയ്ത ചാർജ് എത്രയായിരിക്കണം? 600 മൈക്രോ കൂളം. അല്ലെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റി 12നെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി, 600 മൈക്രോ കൂളം വന്ന് കിട്ടും. ഓക്കെ, ഒത്തിരി ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു ഇതിനകത്ത്. ഇവന് കിട്ടുന്ന ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിനകത്ത് ചോദിക്കാം. എന്ത് ചോദിക്കാം? വാട്ട് ഈസ് എ വോൾട്ടേജ് അക്രോസ് എ കപ്പാസിറ്റർ C1? C1ന് കിട്ടുന്ന വോൾട്ടേജ് എത്ര? നമ്മൾ കഴിഞ്ഞ CBSEയുടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, രണ്ട് കപ്പാസിറ്റേഴ്സിനെ എടുത്ത് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്താൽ, ഇഫ് 2 capacitors are connected in series, C1 and C2 are connected in series across a battery of voltage 50. ഇത് 3 മൈക്രോ ആണ്, ഇത് 6 മൈക്രോയും ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ്. ഇവന് കിട്ടുന്ന വോൾട്ടേജ് എത്ര എന്ന് ചോദിച്ചാൽ, വോൾട്ടേജ് അക്രോസ് ദിസ് കപ്പാസിറ്റർ V1 ഈസ് ഈക്വൽ ടു അപ്ലൈഡ് വോൾട്ടേജ് ഇൻറ്റു മറ്റേ കപ്പാസിറ്റി 6 മൈക്രോ ഡിവൈഡഡ് ബൈ ടോട്ടൽ കപ്പാസിറ്റി, ദാറ്റ് ഈസ് 3 മൈക്രോ പ്ലസ് 6 മൈക്രോ. ഇവിടെ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലേ, ഈ കപ്പാസിറ്ററുമായിട്ട് ഒരു ബന്ധവുമില്ല. മുകളിലത്തെ ഈ സർക്യൂട്ട് മാത്രമാണ് നമ്മൾ വരച്ചത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 6 മൈക്രോ ഡിവൈഡഡ് ബൈ 9 മൈക്രോ. ഇത് 2, ഇത് 3, ദാറ്റ് ഈസ് ഈക്വൽ 100 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് നിയർലി ഈക്വൽ ടു 33.33 വോൾട്ട്. അപ്പോൾ ഇവന് കിട്ടുന്ന വോൾട്ടേജ് എത്രയാണെന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഇവന് കിട്ടുന്ന വോൾട്ടേജ് 50 ഇൻറ്റു മറ്റേ കപ്പാസിറ്റി 3 മൈക്രോ ഡിവൈഡഡ് ബൈ 3 മൈക്രോ പ്ലസ് 6 മൈക്രോ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 3, that is it is equal to 17.77, 16.77 അല്ലെങ്കിൽ 67. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, കഴിഞ്ഞ CBSEയുടെ ക്വസ്റ്റ്യനകത്ത് ഞാൻ പറഞ്ഞിരുന്നതാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കുക ഈ പറഞ്ഞ സാധനം. അവിടെ ഞാൻ പറഞ്ഞിരുന്നു എങ്കിലും അത് കേൾക്കാത്തവർക്ക് വേണ്ടി പറയുന്നു. രണ്ട് കപ്പാസിറ്റേഴ്സിനെ നമ്മൾ സീരീസിൽ കണക്ട് ചെയ്താൽ, ഇഫ് C1 ആൻഡ് C2 ആർ കണക്റ്റഡ് ഇൻ സീരീസ് അക്രോസ് എ സോഴ്സ് ഓഫ് പൊട്ടൻഷ്യൽ V വോൾട്ട്, ഇവന് കിട്ടുന്ന വോൾട്ടേജ് എത്ര? ഫസ്റ്റ് കപ്പാസിറ്ററിന് കിട്ടുന്ന വോൾട്ടേജ് എത്ര എന്ന് വെച്ചാൽ V1 ഈസ് ഈക്വൽ ടു അപ്ലൈഡ് വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡ് കപ്പാസിറ്റർ ഡിവൈഡഡ് ബൈ ടോട്ടൽ കപ്പാസിറ്റർ C1 പ്ലസ് C2. ഇതിന് കിട്ടുന്ന വോൾട്ടേജ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ V2 ഈസ് ഈക്വൽ ടു അപ്ലൈഡ് വോൾട്ടേജ് ഇൻറ്റു C1 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ദിസ് ഈസ് കാൾഡ് ഡിവിഷൻ ഓഫ് വോൾട്ടേജ്. രണ്ട് കപ്പാസിറ്റർ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ C എഫക്റ്റീവ് കണ്ടുപിടിച്ച് ചാർജ് കണ്ടുപിടിച്ച് കുറേ സമയം പിടിക്കും. ഇതാകുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ നടത്താം. ഇത് ഓർത്തിരിക്കുക, CBSE ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നതാണ്. അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇതൊന്നുകൂടെ പറയുന്നു. ശരി, അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞത് ക്വസ്റ്റ്യൻ നമ്പർ 13. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 14. എന്താ 14th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എ സബ്സ്റ്റൻസ് ബിഹേവ്സ് ലൈക്ക് എ മാഗ്നറ്റ് ഓൺലി ഇഫ് ദെയർ ആർ. 4 ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ CBSE ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു ഇലക്ട്രോൺ ഒരു സർക്കുലർ ഓർബിറ്റിലൂടെ കറങ്ങുകയാണെങ്കിൽ ദിസ് ബിഹേവ്സ് ലൈക്ക് എ കറണ്ട് ലൂപ്പ്. ഇതൊരു കറണ്ട് ലൂപ്പിനെ പോലെ ആക്ട് ചെയ്യും. ഈ ഇലക്ട്രോൺ കറങ്ങുന്ന ഫ്രീക്വൻസി F ആണെങ്കിൽ കറണ്ട് I ഈസ് ഈക്വൽ ടു FE.
അതല്ല ടൈം പീരീഡ് തരികയാണെങ്കിൽ ഇ ഡിവൈഡഡ് ബൈ ടി. അതല്ല വെലോസിറ്റിയും റേഡിയസും തരികയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു ഇ വി ബൈ 2πr. ഇത്രയും കാര്യം ഓർക്കണം. When an electron is rotating in a circular orbit of radius r with frequency f, then current I is equal to Fe. ടൈം പീരീഡ് തരികയാണെങ്കിൽ ഇ ബൈ ടി, വെലോസിറ്റിയും റേഡിയസും തരികയാണെങ്കിൽ ഇ വി ബൈ 2πr. അങ്ങനെ ഇതിനകത്ത് കൂടി ഇത്രയും കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ദിസ് ബിഹേവ്സ് ലൈക്ക് എ സർക്കുലർ ലൂപ്പ്. Therefore, there is a magnetic field intensity at the center. ഒരു സർക്കുലർ ലൂപ്പിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി B is equal to mu 0 I divided by 2r. നമുക്ക് ഫ്രീക്വൻസി തന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഐയുടെ സ്ഥാനത്ത് എഫ് ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതല്ല ടൈം പീരീഡ് ആണ് തരുന്നതെങ്കിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതല്ല വെലോസിറ്റിയും റേഡിയസുമാണ് തരുന്നതെങ്കിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദിസ് ഈസ് എ ഇക്വേഷൻ ഫോർ. ഇതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ CBSE ക്വസ്റ്റ്യൻ പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ചത് തന്നെയാണ്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചോദിക്കാം. വാട്ട് ഈസ് എ മാഗ്നറ്റിക് മൊമെന്റ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ഓർബിറ്റ്? മാഗ്നറ്റിക് മൊമെന്റ് ആണെങ്കിൽ എം ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ. ഐയുടെ സ്ഥാനത്ത് ഇവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എയുടെ സ്ഥാനത്ത് πr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മാഗ്നറ്റിക് മൊമെന്റ് ഉള്ള ഇക്വേഷൻ. അതിനകത്താണ് നമ്മൾ ബോർ മാഗ്നറ്റോൺ ഡിറൈവ് ചെയ്യുക. ബോർ മാഗ്നറ്റോൺ ഈസ് ഈക്വൽ ടു n ഇൻറ്റു EH ഡിവൈഡ് ബൈ 4πm എന്നാണെന്ന് തോന്നുന്നു. n ഇൻറ്റു EH ബൈ 4πm. ആ EH ബൈ 4πm നമ്മൾ പറയുന്ന പേരാണ് ബോർ മാഗ്നറ്റോൺ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ മാഗ്നറ്റിക് മൊമെന്റ് അസോസിയേറ്റഡ് വിത്ത് ദ revolution of the electron around the nucleus. Nucleus ചുറ്റുമായിട്ട് ഇലക്ട്രോൺ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ഈക്വൽ ഇൻറ്റു EH ഡിവൈഡ് ബൈ 4πm. ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ 1 ഇൻറ്റു EH ബൈ 4πm, ദാറ്റ് ഈസ് കാൾഡ് ബോർ മാഗ്നറ്റോൺ. സെക്കൻഡ് ഓർബിറ്റ് ഇലക്ട്രോൺ ആണെങ്കിൽ 2 ഇൻറ്റു EH ബൈ 4πm എക്സെട്ര. അതൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ ഇവിടെ ഇതുണ്ടാകണമെങ്കിൽ എന്താ? അറ്റ്ലീസ്റ്റ് സം ടൈനി കറണ്ട് ലൂപ്സ്. ഈ കറണ്ട് ലൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവൻ മാഗ്നറ്റ് ആയിട്ട് മാറൂ. Therefore ആൻസർ ഈസ് എ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മൾ അതിന്റെ ആൻസർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 15. ഈ 15th ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നന്നായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് ചെയ്യണം. ഇതിനകത്ത് ഞാൻ കറണ്ടിന്റെ ഡയറക്ഷൻ ഒന്നും എടുക്കുന്നില്ല, ഞാൻ അല്ലാതെ ഒരു കൺസെപ്റ്റിലേക്ക് അങ്ങ് കടക്കുകയാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ഇവിടെ അതിന് ഡയറക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനൊന്ന് ഇങ്ങോട്ടേക്ക് മാറ്റും. എന്നിട്ട് നമ്മൾ നോക്കുക. ആദ്യമേ അറിയേണ്ടത് ഒരു കറണ്ട് ലൂപ്പിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? ഒരു കറണ്ട് ലൂപ്പിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി B is equal to mu 0 I divided by 2r. ഇതൊരു കംപ്ലീറ്റ് ലൂപ്പ് ആണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് n ഉണ്ടെങ്കിൽ mu 0 ni divided by 2r. നമ്പർ ഓഫ് ടേൺസ് കൂടുന്നതനുസരിച്ച് n-ന്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. ഇതൊരു ഇൻകംപ്ലീറ്റഡ് ലൂപ്പ് ആണെങ്കിലോ, ഇങ്ങനെ ഒരു ലൂപ്പ് ആയിരുന്നെങ്കിലോ, ഇത് കംപ്ലീറ്റഡ് ലൂപ്പാണ്, ഇങ്ങനെ ആയിരുന്നു എങ്കിലോ ഇത്രയുമേ ഈ ലൂപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഇതിലേ കറണ്ട് വരുന്നു, ഇതിലേ കയറി, ഇതിലേ വന്ന് ഇറങ്ങി, ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം ഇതാണ്. ഫുൾ ലൂപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു mu 0 I ഡിവൈഡഡ് ബൈ 2r. ഫുൾ ലൂപ്പ് ഇല്ല എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി B' ഈസ് ഈക്വൽ ടു ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ 360, വേർ തീറ്റ എന്ന് പറയുന്നത് ഈ സർക്കുലർ ലൂപ്പ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ആംഗിൾ, ഈ ആംഗിൾ തീറ്റ. ഫുൾ ഉണ്ടായിരുന്നുവെങ്കിൽ 360 ബൈ 360. ഇനി അപ്പോൾ ചോദിക്കും, ഇങ്ങനെ ആയിരുന്നു ഒരു ലൂപ്പ് വന്നിരുന്നതെങ്കിലോ? പകുതിയേ ഉള്ളൂ. അപ്പോൾ 180 ഡിവൈഡഡ് ബൈ 360, ദാറ്റ് ഈസ് ഹാഫ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെയൊക്കെ ആൻസർ വരാം. രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ ഇങ്ങനെ 3/4 ഉണ്ടായിരുന്നു എങ്കിലോ, ഇത്രയും ഉണ്ടായിരുന്നു എങ്കിൽ 270 ഡിവൈഡഡ് ബൈ 270 ഡിവൈഡ് ബൈ 360. 270 ബൈ 360 3/4. 3/4 കണ്ടക്ടർ ഉണ്ട്. ഒന്ന്. ഇനി രണ്ടാമത്തത്, ഒരു ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ എടുത്താൽ, ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ ക്യാരിയിങ് കറണ്ടായി.
ഇവന്റെ സെന്ററിൽ നിന്നും r ഡിസ്റ്റൻസ് അകലത്തിലുണ്ടാകുന്ന ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര എന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ ഒരു ജനറൽ ഫോം ഉണ്ട്, ഞാനൊന്നും പഠിപ്പിക്കുന്നില്ല. ദിസ് ഈസ് ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ 2πr. μ0 I ഫുൾ ലൂപ്പ്, ഒരു ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ ക്യാരിയിങ് കറന്റ് I. അവന്റെ സെന്ററിൽ നിന്നും r ഡിസ്റ്റൻസ് അകലത്തിലുണ്ടാകുന്ന ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി μ0 I ഡിവൈഡ് ബൈ. ഇതിനൊക്കെ ശരിക്കും ബയോട്ട് സവേഴ്സിലെ പണ്ട് പഠിക്കാറുണ്ടായിരുന്നു നിങ്ങൾക്ക് സിലബസിനകത്ത്. ഇപ്പൊ സിലബസിൽ നിന്ന് ബയോട്ട് സവേഴ്സിലേക്ക് എടുത്തു കഴിഞ്ഞിട്ട് ആംബിയർ സർക്യൂട്ടൽ തിയറമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം. പക്ഷെ നല്ല പക്ക ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആംബിയർ സർക്യൂട്ടൽ തിയറത്തിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ബയോട്ട് സവേഴ്സിലേക്ക് ഒരു ലിമിറ്റേഷൻ ഇല്ല. എവിടത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനും ബയോട്ട് സവേഴ്സിലെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ ബയോട്ട് സവേഴ്സിലെ എടുത്ത് കളഞ്ഞു. ഇതൊക്കെ പണ്ട് പഠിക്കാനുണ്ടായിരുന്നതാണ്. ഒരു ആൻസർ ഉണ്ട് μ0 I ഡിവൈഡഡ് ബൈ 4πr sin φ1 പ്ലസ് sin φ2 എന്നൊക്കെ പറഞ്ഞ് വേറെ ഇക്വേഷൻ ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. ഇനി ഒന്നുകൂടി ഓർക്കുക, ഇതിന് പകരം ഒരു ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ, ഇവന്റെ ഒരെൻഡിൽ നിന്നും r ഡിസ്റ്റൻസ് അകലത്തിലുണ്ടാകുന്ന ഇവിടത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? അപ്പോൾ അതായത് പകുതിയല്ലേ ഉള്ളൂ, ഇതിന്റെ പകുതിയേ ഉള്ളൂ. അതുകൊണ്ട് B is equal to μ0 I ഡിവൈഡഡ് ബൈ 4πr, ഇതിന്റെ പകുതി, ഇതിന്റെ ഹാഫ്. ഇത് ഫുൾ ലൂപ്പ്, ഫുൾ കണ്ടക്ടർ ഉണ്ട്, ഇതിന്റെ പകുതി ആകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡും പകുതിയാകും. ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക, ഇത് ഇത് ഇത്. ഇനി അടുത്തൊരു കാര്യം കൂടി ഞാൻ പറയുന്നു, അത് മാത്രം പോരാ നമുക്ക്. അടുത്തൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, അതും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഒരു കണ്ടക്ടർ ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിന്റെ ഈ ഭാഗങ്ങളിലെല്ലാം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. പക്ഷെ ആ കണ്ടക്ടറിന്റെ നേരെ ആക്സിയൽ വരുന്ന പോയിന്റുകളിൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. ഒരു കണ്ടക്ടർ, ഈ കണ്ടക്ടർ അതോട് കറണ്ട് കടന്നു പോകുമ്പോൾ ഇവിടെയോ ഉണ്ടാകുന്ന മാഗ്നറ്റിക്, ആ കണ്ടക്ടറിന്റെ നേരെ ഉള്ള പോയിന്റുകളിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആണ്. ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മളുടെ ക്വസ്റ്റിനകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ കയറാം. ശ്രദ്ധിച്ചോണം, ഞാൻ കയറുകയാണ്. ഇതെല്ലാം നിങ്ങൾ എഴുതിയെടുത്തോണം. ഞാനിതെല്ലാം അയച്ചിടുന്നു, കിട്ടാത്തവർ വീണ്ടും എഴുതിയെടുക്കും. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ എന്താ ഒരു ഫുൾ സർക്കുലാർ ലൂപ്പ് എടുത്തു. ഇതിനകത്ത് ഞാൻ എന്താ ഇങ്ങനെ ഒരു കണ്ടക്ടറിനെ കൂടിയെടുക്കുന്നു. വേണ്ട, ആദ്യമേ ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇങ്ങനെ ഒരു കണ്ടക്ടർ എടുത്തതിന് ശേഷം ഇങ്ങനെ ഞാൻ വരയ്ക്കുകയാണ്. ഈ കണ്ടക്ടർ ഇതിലേ വന്നു, ഇങ്ങനെ പോയി, ഇതിലേ വന്ന് കറണ്ട് ഇതിലേ ഇറങ്ങിപ്പോകുന്നു. കറണ്ട് ഇതിലേ വരുന്നു, ഇതിലേ കടന്നു വരുന്നു, ഇതിലേ വരുന്നു, ഇതിലേ ഇറങ്ങി താഴേക്ക് പോകുന്നു. വാട്ട് ഇസ് ദ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ? സെന്ററിൽ ഉണ്ടാകുന്ന നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എത്ര ആണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഇതിനെ 3 പാർട്ടായിട്ട് എടുക്കുക. എ, ബി, സി ആൻഡ് ഡി. എ ബി കൊണ്ട് ഓയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? എ ബി കൊണ്ട് ഓയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി B1 is equal to 0 because this point is directly along the axial line. ഈ കണ്ടക്ടറിന്റെ, ഇത് എ ബി ഒരു കണ്ടക്ടർ, ബി സി എടുക്കരുത്. എ ബി എന്ന് പറയുന്ന ഈ കണ്ടക്ടർ, ഇങ്ങനെ ഇരിക്കുന്ന കണ്ടക്ടറിന്റെ നേരെ മുമ്പിൽ വരുന്ന പോയിന്റ് ആണ് ഓ, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദിസ് പോയിന്റ് ഡ്യൂ ടു എ ബി 0. ബി സി കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? ബി സി കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി B2 is equal to, ഇത് 3/4 ആണ്, 270 ഡിവൈഡ് ബൈ 360. 3/4 ഓഫ് μ0 I ഡിവൈഡഡ് ബൈ 2r. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇൻറ്റു കറണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ബൈ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻറ്റു. അടുത്തത് സി ഡി കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? B3. ദാറ്റ് ഈസ് അഗൈൻ 0, കാരണം ആ സി ഡിയുടെ നേരെയുള്ള പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? ഹിയർ ദ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് B is equal to 3/4 ഓഫ് μ0 I ഡിവൈഡഡ് ബൈ 2r. ദിസ് ഈസ് ദ ആൻസർ. ഡയറക്ഷൻ ഇൻറ്റു. എന്നാൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നു എന്ന് വിചാരിക്കുക. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്ത്, ഈ കറണ്ട് വന്നിട്ട് ഇതിലേ വന്ന് ഇങ്ങോട്ടേക്ക് കടന്നു. അപ്പോൾ നമുക്ക് പഴയതുപോലെ എ ബി കൊണ്ട് ഓയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് 0,
ബി സി കൊണ്ടുണ്ടാകുന്നത് പഴയ തന്നെ, പക്ഷെ സി ഡി കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് 0 അല്ല. ഇപ്പോൾ സി ഡി എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ ഒരു എൻഡിൽ നിന്നും ആ ഡിസ്റ്റൻസ് അകലത്തിൽ, therefore B3 is equal to mu0 I divided by 4πr. അതിന്റെ ഡയറക്ഷൻ കറണ്ട് അങ്ങോട്ട് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് പേപ്പർ, ദാറ്റ് ഈസ് ദിസ്. അപ്പോൾ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ എത്രയായിരിക്കണം? ദിസ് മൈനസ് mu0 I ഡിവൈഡഡ് ബൈ 4πr. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? ഇത് ഇൻടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ, ഇത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ്, രണ്ടുപേരും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് വലിയ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് സബ്ട്രാക്ട് ചെയ്യുക. ദിസ് ഈസ് ദ ആൻസർ. സോൾവ് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിച്ചോണം. ഇനി നമുക്ക് നമ്മളുടെ ക്വസ്റ്റിനകത്തേക്ക് വരാം. നമ്മളുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ക്വസ്റ്റിനകത്ത് ഒരു സർക്കുലാർ ലൂപ്പ്, ഞാൻ ഇങ്ങനെയാണ് ഞാൻ അതിനെ തിരിച്ച് നമുക്ക് സൗകര്യപ്രദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അതിനെ എടുത്ത് വെക്കുന്നു. ബാക്കി നിങ്ങൾ നോക്കുക. ഇങ്ങനെയാണ് ഒരു കണ്ടക്ടർ വരിക. ഇങ്ങനെയാണ് ഇരിക്കുക. അവിടെ കറണ്ട് വരുന്നത് അവിടെ അതിനകത്ത് കറണ്ട് വരുന്നു, ഇതിലേ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട്, ഞാൻ തിരിച്ചു വരയ്ക്കുന്നു, ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു കുറച്ചുകൂടെ സൗകര്യത്തിന് വേണ്ടി. ഇങ്ങനെ വരുന്നു, ഇതിലേ ഇറങ്ങി പോകുന്നു. ഇവിടെ നമുക്ക് ഇതിനെ എ ബി എന്ന് പറയുന്ന കണ്ടക്ടറായിട്ട് എടുക്കാം, ഇതിനെ ബി സി എന്ന് പറയുന്ന കണ്ടക്ടറായിട്ട് എടുക്കാം, ഇതിനെ സി ഡി എന്ന് പറയുന്ന കണ്ടക്ടറായിട്ട് എടുക്കാം. ഇതിന്റെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് ഓ. ഇതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുക. ആദ്യമേ എ ബി കൊണ്ട് ഓയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? എ ബി കൊണ്ട് ഓയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി B1 is equal to എ ബി എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ ഒരു എൻഡിൽ നിന്നും ആ ഡിസ്റ്റൻസ് അകലത്തിൽ, ദാറ്റ് ഈസ് mu0 I ഡിവൈഡഡ് ബൈ 4πr. കറണ്ട് അങ്ങോട്ട് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഓയിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് പേപ്പർ. ഇനി അടുത്തത് ബി സി കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ബി സി ഒരു ഫുൾ ലൂപ്പാണ്, ഒരു ഇച്ചിരി ഇല്ലാത്തത് കൺസിഡർ ചെയ്യരുത്, ഫുൾ ലൂപ്പാണ്. ബി സി കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് B2 is equal to mu0 I ഡിവൈഡഡ് ബൈ 2r. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇൻടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അടുത്തത് സി ഡി കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? സി ഡി കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി B3 is equal to mu0 I ഡിവൈഡഡ് ബൈ 4πr തന്നെ. കാരണം ഇൻഫിനിറ്റി ലോങ് കണ്ടക്ടറിന്റെ ഒരു എൻഡിൽ നിന്നും ആ ഡിസ്റ്റൻസ് അകലത്തിൽ. അതിന്റെ മാഗ്നറ്റിക് ഫീൽഡും കറണ്ട് അങ്ങോട്ട് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് പേപ്പർ. Therefore നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് B is equal to, ഇവർ രണ്ടുപേരും ഒരേ ഡയറക്ഷൻ, ഇവൻ ഓപ്പോസിറ്റ്, ഇതാണ് കൂടുതൽ. അതുകൊണ്ട് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു B2 മൈനസ് B1 പ്ലസ് B3. B1 ഉം B3 ഈക്വൽ ആയതുകൊണ്ട് mu0 I ഡിവൈഡഡ് ബൈ 2r മൈനസ് mu0 I ഡിവൈഡഡ് ബൈ 2πr. കാരണം mu0 I ബൈ 4πr പ്ലസ് mu0 I ബൈ 4πr is equal to mu0 I ഡിവൈഡഡ് ബൈ 2πr. കോമൺ ആയിട്ടുള്ളതിനെ പുറത്തെടുത്താൽ mu0 I ഡിവൈഡഡ് ബൈ 2r ഇൻറ്റു 1 മൈനസ് 1 ബൈ π. ബാക്കി ഇതിനകത്ത് വാല്യൂസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്താൽ ഇവിടെ കിട്ടുന്ന ആൻസർ പക്കയായിട്ട് കിട്ടും. ആൻസർ ബി ആയിരിക്കും കിട്ടുക. അത് നിങ്ങൾ ചെയ്തു. ഓക്കെ, ഇതിനകത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് മനസ്സിലാക്കി. ഇതിനകത്ത് കുറെ ഡൈവേർട്ടഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, ഞാൻ ഒത്തിരി കടന്നു പോകുന്നില്ല. കാരണം അത് നിങ്ങൾക്ക് പ്രയോജനകരമാണ്, പക്ഷെ നിങ്ങൾ അത് ബോറായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഡൈവേർട്ടഡ് ക്വസ്റ്റ്യനകത്തേക്ക് പോകാൻ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനകത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് വില്ലിങ് ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നേനെ. പക്ഷേ ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ നമുക്കിവിടെ അവസാനിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് പറ്റിയാൽ ഇടുക. ഓക്കെ, ബൈ.